ദായിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നമസ്കാരം. വെട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾഡ് തിരൂർ. തലക്കാട് സർവീസ് സഹകരണ ബാങ്കിലെ നിയമനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ തലക്കാട് മേഖലാ കമ്മിറ്റി ബാങ്കിന്റെ ബിപിയങ്ങാടി ശാഖയിലേക്ക് മാർച്ച് നടത്തി. വടക്കേങ്ങാടി പരിസരത്ത് ആരംഭിച്ച മാർച്ച് ബാങ്ക് പരിസരത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധം സംസ്ഥാന കമ്മിറ്റി അംഗം പി മുനീർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തലക്കാട് കോൺഗ്രസ് ഓഫീസ് പൂട്ടിയതിനെ തുടർന്നാണ് തലക്കാട് സർവീസ് സഹകരണ ബാങ്കിലെ നിയമനത്തിൽ കോഴ വാങ്ങിയെന്ന ആരോപണം പുറത്തുവന്നത്. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് CPM തലക്കാട് ലോക്കൽ കമ്മിറ്റി കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു. നിയമനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ തലക്കാട് മേഖലാ കമ്മിറ്റി ബാങ്കിന്റെ ബിപിയങ്ങാടി ശാഖയിലേക്ക് മാർച്ച് നടത്തി. വടക്കേങ്ങാടി പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ബാങ്ക് പരിസരത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പി മുനീർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ഓഫീസ് അവർ താഴെയിട്ട് കൂട്ടുക എന്നുള്ളതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. അതിലൊന്നും ഞങ്ങൾ ഇടപെടുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തിനാണ് ആഫീസ് അടച്ചത്? ആഫീസ് അടച്ചതിന് അവരുന്നയിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് തലക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ ചില നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. ആ നിയമനങ്ങൾക്ക് ഒരു വ്യക്തിക്ക് 15-20 ലക്ഷം രൂപ വെച്ച് ഇവിടുത്തെ ഭരണസമിതി വാങ്ങിയിട്ടുണ്ട്. ആ ഭരണസമിതി അത് വാങ്ങിയിട്ട് പരസ്പരം അവർ വീതം വെപ്പാണ് നടത്തിയിട്ടുള്ളത്. ഞങ്ങൾക്കാർക്കും തന്നിട്ടില്ല. പരാതി. കുറ്റൂർ മേഖലാ സെക്രട്ടറി C. ഫൈസൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി P. സുമിത്ത് അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ബ്ലോക്ക് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി S. വിനോദ് സ്വാഗതവും മേഖലാ പ്രസിഡന്റ് P. സുധീഷ് നന്ദിയും പറഞ്ഞു. ചിന്തു പ്രസാദ്, ഷുഹൈബ്, KP മനോജ്, ആൽബി അരവിന്ദൻ, സായി ശങ്കർ, സ്വരാഗ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ട ന്യൂസ് തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.